ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ചത് പല കുടുംബങ്ങളുടെയും കണ്ണീര് കണ്ടിട്ടാണ്. ഓരോ മാതാപിതാക്കളും മക്കളെ ഓർത്ത് കരയുകയാണ്. ഈ മൊബൈൽ എല്ലാവർക്കും നല്ലതാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ സഭയുടെ കാര്യങ്ങൾ, ധ്യാനങ്ങൾ ഇതെല്ലാം കൂടാം. നമുക്ക് അറിവുകൾ കിട്ടും. അതുപോലെ തന്നെ പാചകങ്ങൾ നല്ലതിന് യൂസ് ചെയ്യുന്ന നമുക്ക് അകലെയുള്ളവരോട് സംസാരിക്കാനും എല്ലാം മൊബൈൽ നല്ലതാണ്. എന്നാൽ ഈ മൊബൈൽ വെച്ച് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ മുഴുവനും ആൺകുട്ടികൾ ഗെയിം കളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാതാപിതാക്കൾ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കാൻ വിടുന്നു. എന്നാൽ ആ മക്കൾ ചെന്ന് അഡ്മിഷൻ എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുവാനും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കാതാവുമ്പോൾ അവർ മൊബൈലിൽ ഗെയിമുകൾ കളിക്കുകയും ആ ഗെയിമിലൂടെ അവർക്ക് പൈസ ഉണ്ടാക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അവർക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ അരി മേടിക്കാൻ വെച്ച പൈസ ആയിരിക്കാം, അത് മക്കൾ കാണാതെ എടുത്തുകൊണ്ട് പോയി ഗെയിമുകൾ കളിക്കുകയും അല്പം അവർ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഈ മക്കൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ കളിക്കും. ഒരുപാട് ഇത് കളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പൈസ അങ്ങനെ തന്നെ പിടിക്കും. പിന്നെ ഈ പിള്ളേർക്ക് പ്രാന്താകും. അപ്പോൾ ഈ പിള്ളേരില്ലാത്ത പൈസ അവിടെ നിങ്ങൾക്ക് കടം മേടിക്കും. ഓരോരുത്തരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നാളെ തരാം മറ്റൊന്ന് തരാമെന്ന് പറഞ്ഞിട്ട് കടം മേടിക്കും. പിള്ളേർ വീണ്ടും കളി തുടങ്ങും. അങ്ങനെ കളിച്ച് മക്കൾ പൈസ മുഴുവനും കളഞ്ഞ് ലാസ്റ്റ് ഈ മക്കളുടെ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അവരുടെ പഠിപ്പും പോയി, ഭാവി ജീവിതം പോയി. അതുപോലെ തന്നെ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. മദ്യത്തിനും അതുപോലെ മറ്റുള്ള ദുശീലങ്ങൾക്ക് അവർ അടിമയാകുകയാണ്. അവർ ആരോടും സംസാരിക്കുന്നില്ല, എപ്പോഴും മൊബൈലിൽ തന്നെയാണ് അവരുടെ ഇത് നടക്കുന്നത്. അതുകൊണ്ട് ദയവായി ഈ മൊബൈൽ കൂടെ മക്കൾക്ക് ക്രെഡിറ്റ് ലോണുകൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഈ ഗെയിം കളികളെല്ലാം നിങ്ങൾ ഇല്ലാതാക്കിയ കുറേ കുടുംബങ്ങൾ രക്ഷപ്പെടും. എന്തോരം ആ മാതാപിതാക്കളെ മക്കളെ ഓർത്ത് ഇന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര മക്കൾ ആത്മഹത്യ ചെയ്യുന്നത് ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റാണ്ടാവുമ്പോൾ വീട്ടുകാരറിയുമെന്നുള്ള പേടിയിൽ അത് കുന്നുകൂടി ആ മക്കൾക്ക് ഒരു അക്കൗണ്ട് ചേർന്ന് അതിൽ ജോലിക്ക് പോയാൽ പൈസ ഇട്ടാൽ അത് അങ്ങനെ തന്നെ ഈ കടങ്ങളിലേക്ക് പോവും. അവരുടെ ഭാവി ജീവിതം അങ്ങനെ തകർന്നു പോവുകയാണ്. ദയവായി ഇതെല്ലാം നിർത്തലാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരഞ്ഞ് കണ്ണീരൊഴുക്കുകയാണ്. അവർ എവിടേക്കാണ് പോകേണ്ടത്, എൻ്റെ മകനെ ഒന്ന് നേരെയാക്കിയെടുക്കാനായിട്ട് എന്നുള്ള ഇതിൽ പല സ്ഥലങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കും ഒക്കെ ഓടുന്നു. ഈ ശാപം, ഇത്ര പൈസ നിങ്ങൾ ഈ ഇതിലൂടെ ഉണ്ടാക്കിയാലും അതൊരു ശാപമായിട്ട് മാറും. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ആ പൈസ ഒരു ശാപമായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഗെയിമുകൾ ഇടരുത്. മക്കൾ പഠിക്കാൻ പോവില്ല, അവർ വീട്ടിലിരുന്ന് ഈ റൂമിൻ്റെ ഉള്ളിലിരിക്കും. മാതാപിതാക്കൾ വിളിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടും. ഇതിൻ്റെ പേരിൽ ഇത്തിരിയില്ലാത്ത പിള്ളേർ മാതാപിതാക്കളെയും കുടുംബത്തിന് കൊലപാതകങ്ങൾ എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന. യുവതലമുറ ആകെ നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് ദയവായി ഇത് നിർത്തലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ മൊബൈൽ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മക്കൾ അവർക്ക് പൈസ കിട്ടും, ഞങ്ങൾക്ക് വേറെ ജോലിക്ക് പോകണ്ട, ഇത് തന്നെ എടുത്ത് ഇത് കളിച്ചേച്ചും അവർ ആ കിട്ടുന്ന പൈസ മദ്യപിക്കാൻ കൊണ്ടുപോവുകയാണ്. ബാറിൽ പോയിരുന്ന് കുടിക്കും, മാതാപിതാക്കളെ വിളിക്കും, ഞാൻ ഇത്രയും പൈസയ്ക്ക് കുടിച്ചേക്കാണ്, എന്നോടൊന്ന് വിടുന്നില്ല, എനിക്ക് പൈസ ഇട്ടതായോ, അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിക്കും. ഈ മാതാപിതാക്കൾ കണ്ണീരും കൊണ്ട് മുഖം കഴുകുകയാണ്. ശാപമാണ് പ്രിയപ്പെട്ടവരെ അതെല്ലാം. അതുകൊണ്ട് ഇത് ആര് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ മൊബൈലിൽ ഇത് നിർത്തലാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇത്രയും പറയുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും.